പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 50:20, ജെനസിസ് ചാപ്റ്റർ 50:20. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ എന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആരാണത് പറയുന്നത്? ജോസഫ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചില ട്രയൽസൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. നമ്മൾ മുഖേന ചിലരും കൂടെ അനുഗ്രഹിക്കപ്പെടാനാണ്. ഈ കുറിവാക്യം വായിച്ചപ്പോഴേ നിങ്ങൾക്ക് ഇത് ജോസഫ് പറയുന്നതാണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. തന്നെ കുഴിയിലിട്ട് ധ്യാന കച്ചവടക്കാർക്ക് വിറ്റ് പല അനുഭവങ്ങളിൽ കൂടി ജോസഫ് കടന്നുപോയി. എന്നാൽ ദൈവം ജോസഫിനെ കാണിച്ച സ്വപ്നത്തെ മറന്നു കളഞ്ഞില്ല. ദൈവത്തിൻ്റെ ആലോചന അനുഷ്ഠിക്കുന്നവനാണ്. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. താൻ തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ടി വന്നു. ആ സമയത്തൊരു സ്വപ്നം പോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ താൻ അനുഭവിച്ച അപ്പൻ്റെ ആ നിലയങ്കിയെടുത്ത് സ്നേഹത്തോടെ ഇട്ട് നടന്ന ആ കാലഘട്ടം തൊട്ട് പിന്നീട് ഇങ്ങോട്ട് നടന്നു വന്ന കാലഘട്ടങ്ങളൊക്കെ അവൻ്റെ മനസ്സിൽ കൂടെ പോയി കാണും. അവൻ്റെ സഹോദരന്മാർ അവനെ ബിട്രേ ചെയ്തത്, പൊത്തിഫേറിൻ്റെ ഭാര്യ അവൻ്റെ മേൽ അനീതി ചുമത്തിയത്, അപ്പക്കാരനും പാനപാത്രവാഹകനും ഒക്കെയായിട്ട് പ്രിസണി കിടന്നത് എല്ലാം താൻ ഓർത്ത് കാണും. ഇന്ന് താൻ ഒരു പൊസിഷൻ ഓഫ് അതോറിറ്റിയിലാണ്. ഈ ലോകത്തെ മുഴുവൻ ക്ഷാമകാലത്ത് പോറ്റി രക്ഷിച്ച് വിടുവിക്കുവാൻ തക്കവണ്ണമുള്ള വലിയൊരു അധികാരത്തിൻ്റെ മുകൾ പരപ്പിൽ അവൻ നിൽക്കുക. അവൻ്റെ എല്ലാ അഫ്ലിക്ഷൻസും എൻഡ് ചെയ്തു. അതിൻ്റെ അർത്ഥം അവൻ്റെ ഫാമിലിയിലുള്ള സകലരെ കഴിഞ്ഞു വലിയൊരു നിലയിലേക്ക് താൻ എത്തുവാനിടയായി. The purpose of his trial involved the entire world. അവൻ മാത്രമല്ല, അവൻ്റെ കുടുംബം മാത്രമല്ല, ലോകം മുഴുവൻ നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി. ചിലപ്പോൾ കുഞ്ഞെ, നീ അനുഭവിക്കുന്ന കഷ്ടത നിനക്ക് വേണ്ടിയല്ല, എന്നാൽ ദൈവം അത് നിന്നിൽ കൂടി ചിലരുടെ അടുത്തേക്ക് ആ നന്മ റീച്ച് ചെയ്യിക്കുവാൻ തക്കവണ്ണം ഇടയാക്കും. ഈ നഷ്ടപ്പെട്ട ലോകത്തിൽ നാശത്തിനിരയായ അനേക മനുഷ്യർ കിടക്കുമ്പോൾ രക്ഷകൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നാം ഒക്കെയും ഈ ട്രയൽസിൻ്റെ മധ്യത്തിൽ മോഡൽസായിട്ട് നിൽക്കണമെന്നാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം. എക്സോസ്റ്റഡായി പോകരുതേ. മനുഷ്യരാഗ്രഹിക്കുന്നത് നീ കഷ്ടതയിൽ കൂടി പോകുമ്പോൾ നീ എങ്ങനെ അത് ഫേസ് ചെയ്യുമെന്നാണ്. ജനം രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, നാശത്തിൻ്റെ പാതയിൽ കിടക്കുന്നവരായിരിക്കാം. എന്നാൽ അവരൊക്കെ അനുഭവിക്കുന്ന എക്സാക്റ്റായിട്ടുള്ള ട്രയലിൽ ദൈവമേ കാണത്തുള്ളൂ. ദൈവം അതിന് മതിയായതായിത്തീരുന്നു എന്നതൊക്കെ കാണുവാൻ തക്കവണ്ണമുള്ള ഒരു എക്സാമ്പിളായിട്ട് നിൽക്കുന്നതിൽ പരം ഭാഗ്യമുണ്ടോ? എന്തെല്ലാം അഫ്ലിക്ഷൻസ് വന്നാലും, ഹാർഡ്ഷിപ്സ് വന്നാലും നാം അത് വിളിച്ചുപോയി മറ്റുള്ളവരെ കൂടെ നിരാശയിലേക്ക് കൊണ്ടുവരാതെ മറ്റുള്ളവർക്ക് തിരുവചനത്തിൽ കൂടെ പ്രത്യാശ കൊടുക്കണം. ഈ ദൈവം മതിയെന്നേ, ഈ ദൈവം വിടുവിക്കുമെന്നേ. നമ്മുടെ ഈ ട്രയൽസിനുള്ള അപ്പുറം കാണുവാൻ നാം ശ്രമിക്കണം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം കണ്ടിരിക്കുന്ന ഒരു പൊട്ടൻഷ്യലാണ്. നമ്മളൊരു ട്രയൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളെ നോക്കി നിൽക്കുന്നവരിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഓർത്തുകൊള്ളണം. എന്തിനാണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഒരു കാരണം, നമ്മൾ കടന്നു പോകുന്ന ട്രയൽസ്
മറ്റുള്ളവർക്കൂടെ ഒരു ബെനിഫിറ്റായിട്ട് തീരാനായിട്ടാണ്. റോമാലേഖനം 8:28 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ജോസഫിനുണ്ടായ സകല പരീക്ഷകളും അവനും അവൻ്റെ കുടുംബത്തിലുള്ളവർക്കും മാത്രമല്ല, എൻ്റയർ ജനത്തിന് പ്രയോജനമുള്ളതായിട്ട് തീരുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. നാം പക്ഷേ ദൈവത്തെ അനുവദിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ ട്രയൽസും മറ്റുള്ളവരെ കംഫർട്ട് ചെയ്യാൻ തക്കവണ്ണം ഉതകുന്നതാക്കി തീരുവാനിടയാകത്തുള്ളൂ. ദൈവം നമുക്ക് കംഫർട്ട് നമ്മുടെ വേദനയുടെ സമയത്തൊക്കെ തന്നിട്ടില്ലേ? അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനാജനകമായ ട്രയൽസിൽ നാം അവർക്ക് ആശ്വാസം കൊടുക്കണം. ദൈവം എന്തൊക്കെ സംഗതിയിൽ നിനക്ക് ആശ്വാസം തന്നു, അത് നീ അനുഭവിച്ച് തൃപ്തിയായിട്ട് അംഗീകരിക്കുവാനല്ല ദൈവപൈതലേ, നീ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് ഇടയാകണം. പ്രൈസ് ഗോഡ്. നമ്മൾ അവർക്ക് ഫെലോഷിപ്പ് കൊടുക്കണം, കംഫർട്ട് കൊടുക്കണം. കാരണം ഇതൊക്കെ ദൈവം നമുക്ക് തന്നതാണ് അല്ലേ? രാവിലെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. അവൻ്റെ വിസ്താരമേറിയ ചിറകിൻ്റെ കീഴിൽ നമുക്കങ്ങ് മറയണം. ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ആശ്വാസവും സമാധാനവും നമ്മുടെ പ്രാണന് മീതെ അയക്കും. അവൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ഉറപ്പ് നമുക്ക് തരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ ദിവസം മുഴുവൻ എത്ര കംഫർട്ടിങ്ങായിട്ട് ദൈവം നമ്മെ നടത്തുമെന്ന്, സൂപ്പർ നാച്ചുറലായിട്ട് നമ്മെ നടത്തുമെന്നുള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഗുണം ഇടയാകും. അതുകൊണ്ട് സ്തംഭിച്ചു പോകരുതേ. അപ്പം ഒന്നോർത്തോണം, വേറൊരു റീസൺ നമുക്ക് ഈ അഫ്ലിക്ഷൻസും ട്രയൽസും വരുന്നതിൻ്റെ എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതേ കംഫർട്ട് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കാൻ കഴിയേണ്ടതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. 2 Corinthians chapter 12 verses 9 and 10. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലേ ദൈവം എന്തിനാ അഫ്ലിക്ഷൻ അനുവദിക്കുന്നതെന്ന്? അവൻ്റെ ശക്തി നമ്മുടെ മേൽ വന്ന് ആവസിക്കേണ്ടതിന്. നാം എത്രത്തോളം അവനിൽ ആശ്രയിക്കും നമ്മുടെ ബലഹീന സമയങ്ങളിൽ. അങ്ങനെ നാം ചെയ്യുമ്പോൾ അവൻ്റെ ആശ്വാസം, അവൻ്റെ ശക്തിയിൽ കൂടി വരുന്ന ആശ്വാസം, അത് നമ്മുടെ മേലും വന്ന് വസിക്കുവാൻ തുടങ്ങും. നമ്മൾ ചിലപ്പോൾ ഫിസിക്കലി ആയിരിക്കും വീക്ക്, ചിലപ്പോൾ സ്പിരിച്വലി ആയിരിക്കും, ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കും. നമ്മുടെ ആ സെൽഫ് റിലയൻസ് പോലും വീക്കറായിട്ട് തീരുന്ന സമയങ്ങളുണ്ട്. ദൈവം ആ അവസരങ്ങളെല്ലാം എടുത്തിട്ട് നാം ആരാണെന്നും അവനാരാണെന്നും നമുക്ക് മനസ്സിലാക്കി തരും. കുഞ്ഞെ, ഈ സമയത്ത് നീ അനുഭവിക്കുന്ന വീക്ക്നെസ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നന്മയ്ക്കാക്കി തീർക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പ്രൊവിഷൻ നമുക്ക് ധാരാളമായി തരുവാൻ അവനൊരുക്കവുമാ. അതുകൊണ്ട് അവനെ ഒന്ന് വിശ്വസിക്കാമോ? അവനിലൊന്ന് ആശ്രയിക്കാമോ? ട്രസ്റ്റ് ഹിം, ഡിപ്പെൻഡ് ഓൺ ഹിം, സറണ്ടർ ടു ഹിം. എപ്പം നീ വീക്ക്നെസ് അനുഭവിക്കുന്നു, അവൻ്റെ അടുക്കൽ ചെന്ന് അവന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഹ്യൂജ് മിറക്കിൾസ് ഉണ്ടാകുന്നത്, ഇമ്പോസിബിൾ തിങ്സ് സംഭവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതുകൊണ്ട് എപ്പോഴും തുടർമാനമായി നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ടിരിക്കണം. എന്നാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ട് സമയം വരുമ്പോൾ നമുക്ക് ആ കഷ്ടത വെച്ച് കളിക്കുവാൻ കഴിയാതെ വരും. അപ്പം പൂർണ്ണമായി അവനിലങ്ങ് ആശ്രയിച്ചോണം. ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്.
ദൈവത്തിൻ്റെ ശക്തി കർത്താവേ എൻ്റെ മേൽ ആവസിക്കണമേ, എൻ്റെ ജീവിതത്തിന് മേൽ ആവസിക്കണമേ. എന്നിട്ട് ആ ശക്തിയുടെ പ്രവർത്തനം എൻ്റെ ശരീരത്തിൽ കൂടി നീ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപൈതലേ. അത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരും. കാരണം നമ്മുടെ ബലഹീനതയിലാണ് അവൻ്റെ ശക്തി തികഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഫ്ലിക്ഷൻ വരുന്നതിൻ്റെ വേറൊരു ബ്യൂട്ടിഫുൾ റീസൺ എന്തുവാ? ഹിസ് പവർ റെസ്റ്റ് അപ്പോൺ അസ്. അവൻ്റെ ശക്തി നമ്മുടെ മേൽ വന്ന് ആവസിക്കുമെന്നുള്ളത് തെളിയിക്കുവാൻ, കാണുവാൻ. അതുകൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. അത് നമ്മുടെ നന്മയ്ക്കായിട്ട് തീരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്നവരെ നീ ഉപേക്ഷിക്കത്തില്ലല്ലോ. ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള, ഇമ്പോസിബിളായിട്ടുള്ള, ഹാർഡായിട്ടുള്ള സംഗതികൾ ജീവിതത്തിൽ വന്നാലും ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് മുന്നോട്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.